ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരമാധികാരത്തെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യന്റെ സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ വായിക്കുന്നത്. ദൈവശാസ്ത്രപരമായിട്ട് കുറവുകളോ പോരായ്മകളോ ആ പ്രസ്താവനയിൽ ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷേ ആത്യന്തികമായി ഈ വാക്കുകൾ ദൈവത്തിന്റെ സോവർണിറ്റിയെ, പരമാധികാരത്തെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്. അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുകയും സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവന്റെ ഇഷ്ടം തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. സോവർണിറ്റി, ദൈവത്തിന്റെ പരമാധികാരം, ദൈവശാസ്ത്രത്തിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ ഒന്നാണ്. ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാന തത്വമായിട്ട് നാം ഗ്രഹിക്കേണ്ട ഒന്നാണ് ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ള വസ്തുത. ഇത് ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ദൈവശാസ്ത്ര പഠനത്തിന് മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിനും വളരെ പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം ഇന്ന് ചിന്തിക്കാനായിട്ട് എടുത്തത്. ദൈവത്തിന്റെ പരമാധികാരം. 115-ാമത്തെ സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. വേറെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ 22-ആണ്. അതിന്റെ 28-ൽ രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. പിന്നെ ഒരു വാക്യം കൂടെ വായിക്കാതെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. സോവർണിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ള ബ്യൂട്ടിഫുൾ ടോപ്പിക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ പരമാധികാരം. നമ്മുടെ ബൈബിളിൽ ധാരാളം വാക്യങ്ങൾ അതിനോട് ചേർത്തുണ്ട്. അതിൽ ചില വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കും. വെളിപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. വർഷിപ്പ് ഇൻ ഹെവൻ. അപ്പൊ സ്വർഗത്തിലെ ആരാധനയിൽ കവന്നു വീണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ പറയുന്നതും അവർ ഏറ്റുപറയുന്നതും സോവർണിറ്റി ഓഫ് ഗോഡാണ്, ദൈവത്തിന്റെ പരമാധികാരം. അപ്പൊ ട്രൂ വർഷിപ്പിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയേണ്ട, അക്നോളജ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ വേർഡ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഡീഡ്സ് ഇതൊക്കെ ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതോ വെല്ലുവിളിക്കുന്നതോ
അല്ലെങ്കിൽ പരമാധികാരത്തിനെതിരെ പിറുപിറുക്കുന്നതോ ആയിരിക്കാം. ഇപ്പം നമ്മുടെ സ്വയശോധനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരം. നമ്മൾ ഈ ദൈവത്തിൻ്റെ പരമാധികാരത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, പ്രൈമറി ടെക്സ്റ്റ് ബുക്ക് ഈ പ്രപഞ്ചമാണ്. അപ്പം ദൈവത്തിൻ്റെ പരമാധികാരം എന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ബൈബിളിലേക്കോ മറ്റ് റെഫറൻസ് ഗ്രന്ഥങ്ങളിലേക്കോ ശ്രദ്ധ തിരിക്കുകയല്ല. അത് നല്ലതാണ്, നിശ്ചയമായിട്ടും നമ്മൾ അങ്ങനെ നോക്കണം. പക്ഷേ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ചുറ്റുമുള്ള ഈ സൃഷ്ട പ്രപഞ്ചത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ പ്രൈമറി ടെക്സ്റ്റ് ബുക്ക് അതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആകാശത്തിലേക്ക് നോക്കാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ഭൂലോകത്തിൽ എല്ലായിടത്തും അതിൻ്റെ അളവ് നൂൽ ചെന്നെത്തുന്നു. ലെറ്റ് us look around. ചുമ്മാ ചുറ്റും നോക്കുക, ആകാശത്തേക്ക് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്താ? ഒരുപക്ഷെ നീല. അല്പം കഴിയുമ്പോൾ അതിൻ്റെ നിറം ചാരക്കളറാകാം, ചിലപ്പോൾ കറുപ്പ് നിറമാകാം. ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് രാത്രിയാണോ പകലാണോ? നിങ്ങളുടെ ആകാശം എങ്ങനെ ഇരിക്കുന്നു? ചിലപ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ധാരാളം നക്ഷത്രങ്ങൾ കാണാം. ഈ അമേരിക്കയിലെ തന്നെ ഏറ്റവും ക്ലിയർ സ്കൈ ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ നിന്ന് പലപ്പോഴും ഫോട്ടോ എടുക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് പലപ്പോഴും പറയാറുണ്ട് എത്ര ക്ലിയർ ആണ്. കാരണം ഇവിടുത്തെ സ്കൈ വളരെ ക്ലിയറാണ്. വാനനിരീക്ഷണത്തിനൊക്കെ പറ്റിയ സ്ഥലമാണ്. കാരണം വർഷത്തിൻ്റെ ഭൂരിപക്ഷ സമയവും ക്ലിയർ സ്കൈ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഈ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ മിക്കവാറും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, ആകാശം മങ്ങിക്കിടക്കും. ഇവിടെ ധാരാളം നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. അതുപോലെ നക്ഷത്രങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും, വലിപ്പം കൂടുതലായിട്ട് തോന്നും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളിവിടെ നിന്ന് നോക്കുമ്പോൾ മൂണിനെ കാണുമ്പം ഇന്ത്യയിൽ കാണുന്ന മൂണിൻ്റെ ഒരു ഡബിൾ സൈസ് മൂണിനെയാണ് കാണുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയത്തില്ല. അപ്പം നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നീല നിറത്തി കാണുന്ന ആകാശം അതെപ്പോഴും നീലയായിട്ടിരിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനല്ലത്. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഗ്രേ കളറായിരിക്കും. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. ചില സമയത്ത് നമ്മൾ നക്ഷത്രങ്ങൾ കാണും, ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു നക്ഷത്രം കാണത്തില്ല. ആകാശം നമ്മളോട് പറയുന്നത് എന്താണ്? കുഞ്ഞേ, ഇത് നിന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണ്? കിങ് ജോങ് ഇങ് ആണോ? പ്രസിഡന്റ് ട്രംപ് ആണോ? ഡിബേറ്റബിളാണ്. കാരണം പണ്ട് ഇങ്ങനെ ഏറ്റവും ശക്തനായ ആളാകണം, ഏറ്റവും ശക്തിയുള്ള ആളാകണം. പണ്ടൊരു എലി തപസ് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് വരം മേടിക്കാൻ വേണ്ടി. അപ്പം എനിക്കിപ്പോഴും പേടി പൂച്ചയാണ്. അപ്പോൾ പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു പൂച്ചയാണ്. അപ്പം ദൈവം പറഞ്ഞു ശരി. അങ്ങനെ പൂച്ചയായി കഴിഞ്ഞപ്പോൾ പിന്നെ പൂച്ചയ്ക്ക് നായെ പേടിയാണ്. അപ്പോൾ പിന്നെയും തപസ് ചെയ്തപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു, നായാണെന്ന് പറഞ്ഞു. നായായി കഴിഞ്ഞപ്പോൾ നായയ്ക്ക് നരിയെ പേടിയാണ്. അപ്പോൾ പൂച്ച പിന്നെയും തപസ് ചെയ്തു. ഒരു പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടാണ്ട് പിന്നെ എളുപ്പം പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് നരിയാണോ എന്ന് പറഞ്ഞപ്പോൾ നരിയാക്കി. നരിയായി കഴിഞ്ഞപ്പോൾ നരിക്ക് സിംഹത്തെ പേടിയാണ്. അപ്പോൾ പിന്നെ സിംഹമാകണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സൈക്കിളാണ്. കാരണം ഇങ്ങനെ ഈ വരങ്ങൾ മേടിച്ച് സിംഹത്തിന് ഓരോന്നിനും ഭയമാണ്. ഭയം വന്ന് അവസാനം ശാശ്വത ശൈലം, നിത്യമായൊരു മലയായി മാറണം എന്ന് പറഞ്ഞു. കാരണം ആയുസ്സുണ്ട്, മല ഇങ്ങനെ ഒരുപാട് നാളുകളായിട്ട് നിൽക്കുകയാണ്, മലയെ കീഴടക്കാൻ പറ്റുന്നില്ല. അപ്പം മലയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ദൈവം ഒരു മലയാക്കി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഈ മലയ്ക്ക് മനസ്സിലാകുകയാണ് മലയുടെ അടി മുഴുവൻ ദ്വാരങ്ങളാണ്, മാളങ്ങളാണ്. അപ്പം മല ഇങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോൾ ആരാണ് ഈ തുരക്കുന്നത് നോക്കുമ്പം കുറച്ച് എലികളാണ്. അപ്പോൾ വീണ്ടും മല ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മല ദൈവത്തോട് പറയുകയാണ്, എന്നെ ഒരു എലിയാക്കണം. അപ്പം ദൈവം ചോദിച്ചു എന്താ പറ്റി? അല്ല, എൻ്റെ താഴെയല്ല എലികൾ കരളുന്നപ്പം ആകെപ്പാട് ശല്യമായി. ഇപ്പോൾ എലിയെ പേടിയാണ് മലയ്ക്ക്. ഒരു സ്റ്റോറിയാണ്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്നുള്ള ഒരു സ്റ്റോറി. പക്ഷേ അതിൽ നമുക്കൊരു ലെസൺ പഠിക്കാനുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിന്
ആണോ ശക്തി? കിങ് ജോങ് ഇങ്ങിനാണോ ശക്തി? ട്രംപിന് ഇങ്ങിനെ പേടിയാണോ? ഇതൊക്കെ ആർക്കറിയാം? നമുക്കറിയത്തില്ല. ഹൂ ഇസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ്? ഹൂ നോസ്? ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ ഏറ്റവും ശക്തനായ മനുഷ്യനാണെങ്കിൽ പോലും ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആകാശം ഇടം കണ്ണിറുക്കി കാണിക്കും. എന്നിട്ട് പറയും, യു ആർ നോട്ട് ഇൻ കൺട്രോൾ. ആരോ നിനക്ക് മുകളിലുണ്ട്. കുഞ്ഞെ, ഇതെല്ലാം നിന്റെ കൺട്രോളിന് മുകളിലാണ് എവരിത്തിങ്. അപ്പോൾ ആകാശത്തിലേക്ക് നോക്ക്. നമ്മൾ പൗലുസ്ലിയ പറയാണ്, സൂര്യന്റെ തേജസ് വേറെ, 1 കൊരിന്ത്യർ 15:40. ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. നമ്മൾ ആകാശത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വലിപ്പ വ്യത്യാസമുണ്ട്. ഗോളങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്ക് വലിപ്പ വ്യത്യാസമുണ്ട്. ഗാലക്സികൾ, ഫെർമമെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ക്ലസ്റ്റർ, സൂപ്പർ ക്ലസ്റ്റർ. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ വിചിത്രമായിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ധൂമകേതുക്കളെ കാണാം, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വെള്ളക്കുള്ളൻ, സൂപ്പർനോവ, ബ്ലാക്ക് ഹോൾ, ഒരുപാട് പ്രതിഭാസങ്ങളെ നമ്മൾ കാണുകയാണ് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ. എല്ലാം ഒരുപോലെ ഇരിക്കുന്നില്ല. ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. ഡൈവേഴ്സിറ്റി, യൂണിഫോമിറ്റി ഇല്ല നമ്മളവിടെ കാണുന്നത്. എന്തുകൊണ്ട് ആണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. For thy pleasure they are and were created. For thy pleasure they are and were created. Revelation chapter 4 verse 11. അപ്പൊ ദൈവത്തിന്റെ സന്തോഷത്തിനായി ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരമാധികാരം. നമുക്ക് ഒരു കൺട്രോളും ഇല്ല. നിങ്ങൾ മുകളിലേക്ക് നോക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതം, ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ പഴയകാല ജീവിതത്തിൽ നമ്മൾ ആകാശത്തെ കാണുമായിരുന്നു. ഞാറ് നടുന്ന സമയത്ത് ഒരു പക്ഷേ ലേറ്റ് ആകും, അല്ലെങ്കിൽ നമ്മൾ പാടത്ത് വെള്ളം വെക്കാൻ പോകുമ്പം വെള്ളം വെച്ച് എല്ലാ കണ്ടത്തിലും വെള്ളം കയറി കഴിയുമ്പോൾ ഇരുട്ടും. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുമ്പം നമുക്ക് ചെറിയ പക്ഷികളുടെ ഗീതങ്ങൾ, ചില മൂളലുകൾ, നമ്മൾ പല ശബ്ദങ്ങളും പ്രകൃതിയിൽ നിന്ന് കേൾക്കും. നമ്മൾ ആകാശത്തേക്ക് നോക്കും, ചന്ദ്രനെ കാണുന്നു, നക്ഷത്രങ്ങളെ കാണുന്നു, വാൽ നക്ഷത്രങ്ങളെ കാണുന്നു, ധൂപകേതുക്കളെ കാണുന്നു. ഇതൊക്കെ കണ്ടാണ് പോരുന്നത് പ്രകൃതിയുമായിട്ട്. ഇന്ന് നമുക്ക് ഒട്ടും സമയമില്ല. ആകാശം കണ്ടിട്ടുള്ളവർ ചെറിയ തലമുറയിൽ ഇല്ലെന്ന് തന്നെ പറയാം. നമുക്ക് സമയമില്ല. അപ്പം നമ്മൾ മസ്റ്റായിട്ടും ആകാശത്തിലേക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്കൈ വാച്ച് ചെയ്തിരിക്കണം. ഒരു സത്യക്രിസ്ത്യാനി സൂര്യ നമസ്കാരം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, സ്കൈ വാച്ച് ചെയ്തിരിക്കണം. കാരണം വേദപുസ്തകം പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒന്ന് നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പം ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് നോക്കണ്ടേ? അതുകൊണ്ട് നല്ല നട്ടുച്ചയ്ക്ക് പോയി സൂര്യനെ നോക്കി കണ്ണൊന്നും കളഞ്ഞിട്ട് ഇവിടെ പരാതി പറയല്ലേ. മോർണിംഗിലോ ഈവനിങ്ങിലോ ഒക്കെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കണം. ആകാശത്തേക്ക് നോക്കി 10 മിനിറ്റ് ഇരിക്കണം. ഒരു കാര്യം മനസ്സിലാകും, ദൈവത്തിന്റെ പരമാധികാരത്തെ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുക. ഭൂമിയിലേക്ക് രാജ്യങ്ങളെ നോക്ക്. ഈ ഭൂമി നോക്കുമ്പോൾ 3/2 ഭാഗം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 1/3 ഭാഗമേ ഉള്ളൂ കര. അതിൽ തന്നെ ഒരു 1/3 ഭാഗം തികച്ചും ജനവാസയോഗ്യമല്ല. ചതുപ്പ് നിലങ്ങൾ, മരുഭൂമികൾ, കൂറ്റൻ പാറക്കെട്ടുകൾ, ഗഹ്വരങ്ങൾ, വിള്ളലുകൾ, വനം. രാജ്യങ്ങളെ നോക്ക്. രാജ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുന്നു. പലതരത്തിലുള്ള രാജ്യങ്ങൾ. അമേരിക്ക പോലെയല്ല യൂറോപ്പ് പോലെയല്ല ആഫ്രിക്ക പോലെയല്ല ഏഷ്യയിലെ ഭൂഖണ്ഡത്തിൽ തന്നെ വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്നു. ഓരോ സ്ഥലത്തും, ചില സ്ഥലത്തേലും ഇവിടെയൊക്കെ ആളുകൾ എന്തിനാ താമസിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെയുള്ള ജനം അവിടെ വളരെ സംതൃപ്തിയോടെ താമസിക്കുന്നു. കുത്തനെയുള്ള പർവ്വതത്തിന്റെ മുകളിൽ താമസിക്കുന്നവരുണ്ട്. 1300 മീറ്ററൊക്കെ നേരെ കുത്തനെ കയറി പോകുന്ന സ്ഥലങ്ങൾ ചൈനയിലുണ്ട്. പക്ഷെ അവിടെയും താമസിക്കുന്നുണ്ട് ആളുകൾ. അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങൾ
ഭൂപ്രദേശങ്ങൾ, ഫലഭൂയിഷ്ഠത വ്യത്യാസമുണ്ട്. ഓരോ രാജ്യത്തും കായ്ക്കുന്ന പഴങ്ങൾക്ക്, അവിടെ ഉണ്ടാകുന്ന വിളകൾക്കെല്ലാം വ്യത്യസ്തതയുണ്ട്. പുല്ലിന് പോലും വ്യത്യസ്തതയുണ്ട്. മണ്ണിൻ്റെ നിറത്തിന് വ്യത്യസ്തതയുണ്ട്. കേരളത്തിൽ നിന്ന് ഞാനിവിടെ അമേരിക്ക വന്ന് നോക്കുക, കേരളത്തിലെ മണ്ണ് പോലെയല്ല ഇവിടെ. ഞാൻ ഈ ടെന്നസി എന്ന സ്റ്റേറ്റിൽ ചെന്നപ്പോൾ കേരളത്തിലെ പോലത്തെ മണ്ണ് കണ്ടു. എനിക്ക് വലിയ സന്തോഷം. ഞാൻ കാറ് നിർത്തി കുറേ സമയം ആ മണ്ണ് കണ്ടു. എൻ്റെ കൂടെ രണ്ടുപേരും. അവർ ചോദിച്ചു എന്തിനാ നിർത്തി? ഞാൻ ഇവിടെ നിൽക്കുക. അവർക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നി. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് തോന്നുന്നില്ല? കാരണം നമ്മൾ ടെക്സസിൽ കാണുന്ന മണ്ണല്ലിത്. കേരളത്തിലെ തനി ചുവന്ന മണ്ണ് നമ്മൾ ഇവിടെ കാണുന്നു. അപ്പോൾ മണ്ണിന് വ്യത്യാസമുണ്ട്, കല്ലിന് വ്യത്യാസമുണ്ട്, പ്രകൃതിക്ക് വ്യത്യാസമുണ്ട്, കാലാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്, അവിടെ ഉണ്ടാകുന്ന പുല്ലിന് പോലും വ്യത്യാസമുണ്ട്, കാറ്റിന് വ്യത്യാസമുണ്ട്, മഴയ്ക്ക് വ്യത്യാസം. ഇപ്പം ടെക്സസിൽ പെയ്യുന്ന മഴ കേരളത്തിലെ മഴ പോലെയല്ല. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള മഴ പെയ്യുന്നത് കേരളത്തിലാണ്. ഞങ്ങൾക്ക് ഇവിടെ പെയ്യുന്ന മഴ കണ്ടാൽ പേടി വരും. ഒട്ടും സൗന്ദര്യമില്ല, ഭീകരമാണ്. എപ്പം മഴ പെയ്താലും ഒരു കാർമേഘങ്ങളുടെ കറുപ്പിന് സൗന്ദര്യമില്ല. നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ മഴയെ നോക്കുമ്പോൾ ആ കാർമേഘത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. മഴയ്ക്ക് ഒരു പ്രത്യേക താളമുണ്ട്, അത് കാണാനൊരു ഇമ്പമുണ്ട്. വളരെ സുന്ദരമായ മഴയാണ്. ഞാൻ തമാശ പറയല്ല, കാരണം ലോകത്തിലെ മുഴുവൻ മഴകളെ നിരീക്ഷിച്ച BBC ഏറ്റവും ബ്യൂട്ടിഫുൾ മൺസൂൺ കാലം കേരളത്തിലെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ വന്ന് മൺസൂൺ മുഴുവൻ ക്യാമ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത്. BBC ആർക്കൈവ്സ് നിങ്ങൾക്ക് കിട്ടും, മൺസൂൺ ഓഫ് കേരള വീഡിയോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മഴ കേരളത്തിലെയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യസ്തത എന്തുകൊണ്ടാണ് വന്നത്? ഈ രാജ്യങ്ങൾക്ക് യൂണിഫോമിറ്റി ഇല്ല. ജിയോഗ്രഫിക്കലി നോ യൂണിഫോമിറ്റി. എന്തുകൊണ്ടാണ്? ചോദ്യം, ക്വസ്റ്റ്യൻ, വൈ? ഓൺലി വൺ ആൻസർ. It is and were created for the pleasure of God. ദൈവത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി. It is and was created for the pleasure of God. They are and were created for the pleasure of God. For thy pleasure. പരമാധികാരമാണ് ദൈവത്തിൻ്റെ സോവറിനിറ്റി. വേറെ നമുക്ക് തൃപ്തികരമായ ഉത്തരമില്ല. അത്രമാത്രം വ്യത്യാസമാണ്. നമുക്ക് ആനിമൽ വേൾഡിലേക്ക് നമുക്ക് നോക്കാം. ആനിമൽ കിങ്ഡം, നമ്മൾ ഈ ഡിസ്നി വേൾഡിൽ ചെല്ലുമ്പം അവിടെ ഉള്ള ഒരു സ്ഥലമാണ് ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. നമ്മൾ ഡിസ്നി വേൾഡിൽ ചെന്ന 6 പാർക്കായിട്ടാണ് ഡിസ്നി വേൾഡ് കാണുന്നത്. അമേരിക്കയിലുള്ള ഈ ഫ്ലോറിഡയിലുള്ള ഡിസ്നി വേൾഡ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു പ്രാവശ്യം അവിടെ പോയി അത് കാണണം. ഡിസ്നി വേൾഡ് നല്ല രസകരമായ ഒരു സ്ഥലമാണ്. നമ്മുടെ കൊച്ചിയിലുണ്ടല്ലോ കൊച്ചൗസഫ്, ചിറ്റിലപ്പള്ളിയൊക്കെ ഒരു വീഗാലാൻഡ്, അതുപോലെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇവിടെ അമേരിക്കയിലുള്ള ഡിസ്നി വേൾഡ്. കൊച്ചിയിലെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് 18-20 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഈ ഡിസ്നി വേൾഡ് 45,000 ഏക്കറാണ്, 45,000 ഏക്കർ. അപ്പോൾ അത് പല സെക്ഷനായിട്ട്, അതിലൊരു സെക്ഷനാണ് ആനിമൽ കിങ്ഡം. അപ്പം നമ്മൾ ഈ ആനിമൽ കിങ്ഡത്തിലേക്ക് നമ്മൾ നോക്ക്. ജിറാഫ്, നിങ്ങളെ ജിറാഫിന് നോക്ക്. ആന, മുയൽ, കുതിര, കഴുത, കഴുതപ്പുലി, എത്ര മൃഗങ്ങൾ, എത്ര വെറൈറ്റിയാണ്. കങ്കാരുവിനെ നോക്കുക, വ്യത്യസ്തതയാണ്. നാനാജാതി മൃഗങ്ങൾ. കടുവയെ കാണുന്നു, പുലിയെ കാണുന്നു, കരടിയെ കാണുന്നു, സിംഹത്തെ കാണുന്നു, പുള്ളിമാനെ കാണുന്നു. എത്രയെത്ര മൃഗങ്ങളാണ്. ഇഴജാതികളുടെ ലോകത്തേക്ക് നോക്കുക. പാമ്പുകൾ തന്നെ എത്ര വെറൈറ്റി ഉണ്ട്. ബാബ സുരേഷ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇതുപോലെ വെറൈറ്റി പാമ്പുകളുണ്ട്. ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലാത്ത പാമ്പുകൾ, ജീവജാലങ്ങളെല്ലാം ഉണ്ട് ആനിമൽ കിങ്ഡത്തിലുണ്ട്. ഇപ്പോഴും മനുഷ്യർ കണ്ടുപിടിച്ചിട്ട്, ശാസ്ത്രം പോലും കണ്ടുപിടിക്കാത്ത മൃഗങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിൽ അധിവസിക്കുന്നുണ്ട്. ആമസോൺ വനത്തിലേക്ക് നോക്ക്. പത്തനംതിട്ട ജില്ലയുടെ 550 ഇരട്ടി വലുപ്പമാണ് ആമസോൺ വനത്തിന് മാത്രം. അതായത് ഹോൾ പത്തനംതിട്ട എടുത്ത് 550 പത്തനംതിട്ട ജില്ല കൂട്ടി വെച്ചാൽ കിട്ടുന്ന അത്രയും വലുപ്പത്തിലാണ് ഒരു കാട് നിൽക്കുന്നത്. ആ കാടിനകത്ത് ഏതെല്ലാം മൃഗങ്ങളുണ്ടെന്ന് ഇന്നും മനുഷ്യന് അജ്ഞാതമാണ്. അപ്പോൾ അത്രമാത്രം വൈജാത്യമുള്ള ഒരു ആനിമൽ കിങ്ഡത്തെയാണ് നമ്മൾ കാണുന്നത്.
നമ്മൾ മനുഷ്യരുടെ ഇടയിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ചോദിക്കും എന്തുകൊണ്ട്? നിങ്ങൾ ആനിമൽ കിങ്ഡത്തിലേക്ക് നോക്ക്. ആനിമൽ കിങ്ഡത്തിലേക്ക് ആമ പോകുന്ന കണ്ടിട്ടുണ്ടോ? എഴഞ്ഞ്. കഴുതയെ കണ്ടിട്ടില്ലേ? കുതിരയെ കണ്ടിട്ടില്ലേ? കഴുത ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് എന്നെ കുതിരയെ പോലെ സൃഷ്ടിച്ചില്ല? കുതിര ചിന്തിക്കുന്നുണ്ടോ എന്നെ ആനയെ പോലെ എന്തുകൊണ്ട് സൃഷ്ടിച്ചില്ല? ആന ചിന്തിക്കുന്നുണ്ടോ എന്നെ ജിറാഫിനെ പോലെ എന്തുകൊണ്ട് സൃഷ്ടിച്ചില്ല? ജിറാഫ് ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ആ പുള്ളിപ്പുലിയെ പോലെ എന്നെ സൃഷ്ടിച്ചില്ല? പുള്ളിപ്പുലി ചിന്തിക്കുന്നുണ്ടോ സിംഹത്തെ പോലെ ഒരു തലയെടുപ്പ് എനിക്ക് കിട്ടിയില്ല, ആ ജട എനിക്ക് കിട്ടിയില്ല, തലയെടുപ്പ്. നമ്മൾ ആനിമൽ കിങ്ഡത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ലെസൺ ദൈവത്തിന്റെ പരമാധികാരം. ഇതാണ് നമ്മുടെ കൺമുമ്പിൽ വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ ഈ മൃഗങ്ങളെ കാണുമ്പോൾ ഞാൻ പൂച്ചയെ കാണുന്നു, പട്ടിയെ കാണുന്നു. പൂച്ചയും പട്ടിയാണ്. പൂച്ചപ്പട്ടി. ഇപ്പം എനിക്കൊരു പൂച്ചയുണ്ട്, പട്ടിയുണ്ട്. ഞാൻ ഈ പൂച്ചയും പട്ടിയും കാണുമ്പം മനസ്സിലാക്കേണ്ടത് തികച്ചും വ്യത്യസ്തമാണ്. രണ്ടും മൃഗങ്ങളാണ്. ഈ വ്യത്യാസം ഓരോ സെക്കൻഡും എന്നോട് പറയുന്നത് സ്പീക്സ് അബൌട്ട് ദ സോവർണിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരമാധികാരം. അപ്പം നിങ്ങൾ സൃഷ്ടിയിലെ വൈജാത്യം കാണുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തെ ഗ്രഹിക്കണം. സൃഷ്ടിയുടെ വൈജാത്യം കാണുമ്പോൾ സസ്യലോകത്തേക്ക് നോക്ക്. സസ്യലോകം. ഇന്നലെ ഞങ്ങൾ സൂം ആപ്ലിക്കേഷനിൽ സംസാരിക്കുമ്പോൾ കോലുമഷി, മഷിത്തണ്ട് എന്നൊക്കെയുള്ള നമ്മൾ സ്ലേറ്റിൽ തൂക്കുന്ന മഷിത്തണ്ടിനെ കുറിച്ച് സംസാരിക്കുക, അതിന്റെ ശാസ്ത്രീയ നാമം, അതേക്കുറിച്ചൊക്കെ ഇന്നലത്തെ ഡിസ്കഷൻ. കോലുമഷിയായിട്ട് പോയ ഒത്തിരി കഥകളൊക്കെ ഓരോരുത്തർ ഷെയർ ചെയ്തു. ഗൃഹാതുര സ്മരണകൾ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമ്മുടെ ഷെവലിയാർ ദാനിയേൽ, തോമസ് ദാനിയേൽ കരിമ്പനക്കൽ, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ കോലുമഷി കൊണ്ടുപോയ ഒത്തിരി കഥകളൊക്കെ വെച്ച് നല്ലതായിരുന്നു. അപ്പൊ ആ കോലുമഷി മുതൽ നമ്മൾ നോക്ക്, ദേവദാരു വരെ 2000 വർഷം കൊണ്ടാണ് പൂർണ്ണ വളർച്ച എത്തുന്നത് ദേവദാരു. ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന വലിയ പിടിമുറ്റാത്ത വലിപ്പത്തിൽ നിൽക്കുന്ന ഒരു ദേവദാരു മരത്തെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് 2000 years old. നമ്മുടെ വല്യപ്പന്റെ ആ വല്യപ്പന്റെ കാലത്തും ആ മരം അവിടെ നിപ്പുണ്ടായിരുന്നു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ദൈവപുത്രൻ നിലവിളിച്ചപ്പോൾ ആ നിലവിളി ശബ്ദം കാറ്റ് ഏറ്റെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ കാറ്റിന്റെ തലോടലേറ്റ് നിന്ന ദേവദാരു ഇപ്പോഴും ഇസ്രായേലിൽ നിൽക്കുന്നു 2000 years ആയിട്ട്. Can you believe it? അതുമുതൽ ഈ നമ്മൾ സസ്യലോകത്തേക്ക് പോയി എന്തെല്ലാം ചെടികളാണ്. വെജിറ്റബിൾസ്, വെണ്ടയ്ക്ക കാണുന്നു, കോവയ്ക്ക കാണുന്നു, തക്കാളിക്ക കാണുന്നു, പാവയ്ക്ക കാണുന്നു, മുരിങ്ങയ്ക്ക കാണുന്നു. എത്ര വെറൈറ്റികളാണ് അല്ലേ? കാബേജ് കാണുന്നു, കോളിഫ്ലവർ കാണുന്നു. എന്തെല്ലാം വെജിറ്റബിൾസ് ആണ്. എത്ര വ്യത്യസ്തതകൾ. അതിന്റെ നിറം നോക്ക്, ഷേപ്പ് നോക്ക്, രുചി നോക്ക്. വെറൈറ്റി. വൈ? Only one answer. That answer is the sovereignty of God. For thy pleasure they are and were created. നമ്മൾ നോക്കുമ്പോൾ എല്ലാം കാണും. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വ്യത്യസ്തതകളാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്കിനി എന്ത് നിരാശയുള്ളത്? എന്തുകൊണ്ട് ഞാനൊരു സമ്പത്തുള്ള വീട്ടിൽ ജനിച്ചില്ല? എന്തുകൊണ്ട് ഞാൻ കുറെ കൂടെ മികച്ച പരിതസ്ഥിതിയിൽ രാജ്യത്ത് ജനിച്ചില്ല? ഞാൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ചു? ഞാൻ എന്തുകൊണ്ട് കേരളത്തിൽ ജനിച്ചു? ഞാൻ എന്തുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ജനിച്ചു? ഞാൻ എന്തുകൊണ്ട് ഈ പിന്നോക്ക സ്ഥലത്ത്? അല്ലെങ്കിൽ ഞാൻ എന്തിന് ഈ ഫാമിലിയിൽ ജനിച്ചു, ഈ വർഗത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഈ വംശത്തിൽ ജനിച്ചു? നമ്മൾ ഇറ്റാലിയന്മാരെയൊക്കെ കാണുന്നത് എന്നാ പൊക്കോ എന്തോ നിറവോ. നമ്മളൊരു ഇറ്റാലിയൻ ഫാമിലിയിൽ ജനിച്ചിട്ട് നല്ലതായിരുന്നു.
എന്തുകൊണ്ട്? വ്യത്യാസങ്ങൾ മനുഷ്യരിൽ തന്നെ. മനുഷ്യർ തന്നെ എത്ര വിധമാണ്. ചൈനക്കാരെ കാണുന്ന പോലെയാണോ വെള്ളക്കാരെ കാണുന്ന പോലെയാണോ ആഫ്രിക്കക്കാരെ കാണുന്ന പോലെയാണ് ഏഷ്യക്കാർ, ഇന്ത്യക്കാരെ തന്നെ ദക്ഷിണേന്ത്യക്കാരെ കാണുന്ന പോലെയാണ് ഉത്തരേന്ത്യക്കാരെ കാണുന്നത്. എല്ലാം വ്യത്യസ്തതകളാണ്. ഒരു മനുഷ്യനെ പോലെയാണോ മറ്റൊരു മനുഷ്യൻ? നിന്റെ മൂക്ക് പോലെയാണോ മറ്റവന്റെ മൂക്ക്? യു മേ ഹാവ് സോ മെനി കംപ്ലൈൻസ്. നിന്റെ ഷേപ്പിനെ പറ്റി, ശബ്ദത്തെ പറ്റി എല്ലാം നമുക്ക് പരാതി കാണും. അപ്പോസ്തലൻ പൗലോസ് റോമാക്കാർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, റോമാലേഖനം 9-ാം അധ്യായം, സോവർണിറ്റി ഓഫ് ഗോഡ് എന്ന അടിസ്ഥാന ദൈവശാസ്ത്രത്തിന്റെ ഒരു പാഠം. അത് ബേസിക് തിയോളജിയാണ്. ബേസിക് തിയോളജിയിലെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിക്കുന്നത്, സോവർണിറ്റി ഓഫ് ഗോഡ്. അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. പൗലോസ്ലീഹയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. പൗലോസ്ലീഹ കൺക്ലൂഡ് ചെയ്യുന്നത് റോമാലേഖനം 9, റോമാലേഖനം 9 19-ാം വാക്യം, റോമർ 9:19. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആറിവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? കുശവന് മണ്ണ് കുഴച്ച് കിടക്കുമ്പോൾ ഒരെണ്ണത്തിൽ നിന്നൊരു മാനപാത്രം, ഒരെണ്ണത്തിൽ നിന്നൊരു ഇഷ്ടമുള്ള പാത്രം നിർമ്മിക്കുവാൻ അവൻ അധികാരമില്ലയോ? എ ക്വസ്റ്റ്യൻ ടോസ്ഡ് ബൈ സെയിന്റ് പോൾ. അപ്പോസ്തലൻ പൗലോസ് നമുക്ക് നേരെ ഒരു ചോദ്യം എറിയുകയാണ്. Now it is your turn to answer it. That question. കർത്താവേ, നിനക്ക് അധികാരമുണ്ട്. അവിടെ തീർന്ന് നമ്മുടെ കംപ്ലൈൻറ്റ്സ്, നമ്മുടെ പരാതികൾ. നിന്റെ മൂക്കിനെ പറ്റിയുള്ള പരാതി, മുഖത്ത് രോമം കിളുക്കാത്തതിനെ പറ്റിയുള്ള പരാതി, പല്ലിനെ പറ്റിയുള്ള പരാതി, തൊലിയുടെ നിറത്തെ പറ്റിയുള്ള പരാതി, കണ്ണിന്റെ നിറത്തെ പറ്റിയുള്ള പരാതി, മുടി ചുരുണ്ടിരിക്കുന്നില്ല എന്നുള്ള പരാതി, മുടി നീണ്ടിരിക്കുന്നില്ല എന്നുള്ള പരാതി. ഇവിടെ ഞാൻ കടയിൽ നോക്കുമ്പോൾ കാണാം, സ്ട്രെയിറ്റ്നർ കാണാം. ഈ പെൺപിള്ളേർ മുടി നീട്ടാൻ, അത് ചുരുണ്ടിരിക്കുന്ന മുടികളൊക്കെ നീട്ടുക. അപ്പോൾ തന്നെ കേളറും കിട്ടും. അതേ കടയിൽ നീണ്ടിരിക്കുന്ന മുടി ചുരുട്ടുക. എനിക്ക് മനസ്സിലാകുന്നില്ല, ചുരുണ്ട മുടിയുള്ളവർ അത് നീട്ടാൻ വേണ്ടി പോയി $45 കൊടുക്കുന്നു, ഈ സാധനം മേടിക്കുന്നു. നീണ്ട മുടിയുള്ളവർ ചുരുട്ടാനും മേടിക്കുന്നു. അൺസാറ്റിസ്ഫൈഡ് ആണ്, അസംതൃപ്തരാണ്. എന്തുകൊണ്ടാണ് അസംതൃപ്തി? ആർ യു ആൻ അൺസാറ്റിസ്ഫൈഡ് പേഴ്സൺ? എന്തുകൊണ്ടാണ് ഈ അൺസാറ്റിസ്ഫാക്ഷൻ? ബിക്കോസ് you are very reluctant to acknowledge the sovereignty of God. ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുവാൻ നിനക്ക് വിമുഖതയുണ്ട്. ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുവാൻ വിമുഖനായ മനുഷ്യനാണ് ജീവിതത്തിൽ അസംതൃപ്തനാകുന്നത്. So come on, are you ready? Are you ready to accept it? ദൈവമേ, നീയാണ് പരമാധികാരമുള്ളവൻ. Are you ready? Are you ready to accept it? That's a question. നമ്മുടെ ജീവിതത്തിലെ അസംതൃപ്തി വരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ പരമാധികാരത്തെ നമുക്ക് അംഗീകരിക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചാൽ ഇവിടെ പൗലോസ്ലീഹ ചോദിക്കുകയാണ്, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? അല്ല. കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന്
ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഉവ്വ് കർത്താവേ, അങ്ങേക്ക് അധികാരമുണ്ട്, അങ്ങേക്ക് അധികാരമുണ്ട്. എന്നെ ഇങ്ങനെ മെനഞ്ഞത് എന്ത് എന്ന് ഞാൻ ചോദിക്കയില്ല. There starts true worship. പിറുപിറുപ്പില്ലാത്തവരായി, അസംതൃപ്തിയില്ലാത്തവരായി, സന്തോഷമുള്ളവരായി ദൈവത്തിന്റെ പരമാധികാരത്തെ നമുക്കൊന്ന് അംഗീകരിച്ചാലോ? കൂനൻ പുഴുണ്ടല്ലോ, എത്ര പ്രയാസപ്പെട്ടാണ് നടക്കുന്നത്. ഒച്ചു പോകുന്ന കണ്ടിട്ടുണ്ടോ? ഞാനൊരു ഒച്ചാണെങ്കിൽ ഒരിക്കലും ദൈവത്തെ ആരാധിക്കാതെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഈ വീടിന്റെ മുറ്റത്തോടെ ചിലപ്പോൾ ഒച്ചു പോകും. ഞാൻ നോക്കി നിൽക്കും. എന്നൊരു ബുദ്ധിമുട്ടാ. സ്നെയിൽസ്, ആമ സ്ലോ അല്ലേ? ആമയൊന്നും ഒരിക്കലും ദൈവത്തെ സ്തുതിക്കരുതെന്ന് ഞാൻ പറയും. പക്ഷെ ആമ ദൈവത്തെ സ്തുതിക്കും. കുതിച്ചു പായുന്ന മാന്, വേഗത്തിലോടുന്ന മുയല്, ചീറിപ്പായുന്ന ചീറ്റപ്പുലി, ആമ അതേ അനിമൽ കിങ്ഡത്തിന്റെ ഭാഗമാണ്. എത്ര ദയനീയമായ, എത്ര വേഗം കുറഞ്ഞ ജീവിയാണ്. നിന്നേക്കാൾ വേഗത്തിൽ പലരും ഓടുന്നത് കാണുമ്പോൾ, നിന്നേക്കാൾ സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ, പൊക്കമുള്ളവരെ കാണുമ്പോൾ, സാമ്പത്തിക സ്ഥിതിയുള്ളവരെ കാണുമ്പോൾ ചോദിച്ചു പോകരുത്, വൈ ഇറ്റ് ഹാപ്പൻഡ്. വർഷിപ്പ് ഗോഡ്. മൗനമായിരിക്കുന്നതിലൂടെ, ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ നാം ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയാണ്. ആർ യു റെഡി? ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുവാൻ നമ്മുടെ എല്ലാ കുറവുകളും, എല്ലാ ബലഹീനതകളും, എല്ലാ നിരാശകളും, എല്ലാ തകർച്ചകളും, നമ്മൾ നേരിട്ട എല്ലാ തിരിച്ചടികളും പാർട്ട് ഓഫ് അക്നോളജിങ് ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാം. ആർ യു സാഡ്, ഡിസപ്പോയിന്റഡ്? നിരാശയുണ്ടോ? ദുഃഖമുണ്ടോ? സങ്കടമുണ്ടോ? ഖേദമുണ്ടോ? റിഗ്രറ്റ്? ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുവാൻ അൺവില്ലിംഗ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ട് നമുക്ക്. അൺവില്ലിങ്നെസ്, വിമുഖത, വിസമ്മതം, അതിനെ ഒട്ടച്ചിട്ട് നമുക്ക് അംഗീകരിക്കാം. മുഴങ്കാലുകളെ മടക്കാം. കിരീടങ്ങളെ 24 മൂപ്പന്മാർ ദൈവസിംഹാസനത്തിന് മുമ്പിലിട്ടിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഫോർ ദൈ പ്ലഷർ they are and were created. ഓ കർത്താവേ, അങ്ങയുടെ സന്തോഷത്തിനായി ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തെ വർഷിപ്പ് ചെയ്താലോ? ദൈവത്തെ സ്തുതിച്ചാലോ? ദൈവമേ, ഞാൻ നിന്റെ അടുക്കലേക്ക് എന്റെ കൈകളെ നീട്ടി, യജമാനന്മാരുടെ അടുക്കൽ ദാസന്മാരുടെ കണ്ണുകൾ പോലെ നിന്റെ അടുക്കലേക്ക് എന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു. ദൈവമേ, നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു. നീ രാജാവും ഞാൻ അടിയാനും, നീ യജമാനനും ഞാൻ അടിമയുമാകുന്നു. നീ വലിയവനും ഞാൻ ചെറിയവനും, നീ ബലവാനും ഞാൻ ബലഹീനനുമാകുന്നു. നീ ക്ഷമിക്കുന്നവനും ഞാൻ പാപിയും, നീ ജ്ഞാനിയും ഞാൻ മൂഢനും അക്രമിയുമാകുന്നു. നീ തരുന്നവനും ഞാൻ യാചിക്കുന്നവനും, നീ നിലനിൽക്കുന്നവനും ഞാൻ അഴിഞ്ഞു പോകുന്നവനുമാകുന്നു. കർത്താവേ, നിന്റെ ഇഷ്ടത്താൽ എന്നെ നീ സൃഷ്ടിച്ചു, നിന്റെ തിരുനാമം എന്നെ നീ അറിയിച്ചു. നിന്നെ വിളിച്ചപേക്ഷിപ്പാൻ എന്നോട് നീ കൽപ്പിച്ചു. നീ എന്നോട് കൽപ്പിച്ചതുപോലെ മഹാപാപിയായ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നോട് ഉത്തരമരുളി ചെയ്ത് എന്നോട് കരുണ ചെയ്യണമേ. ദൈവമേ, ശരീരത്തിന് ഉറക്കം തന്ന് പ്രഭാതത്തിൽ ഉണർന്ന് നിന്റെ വിശുദ്ധനാമത്തെ സ്തോത്രം ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമേ. മനുഷ്യനെ സ്നേഹിക്കുന്നവരെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. പാപത്തിൽ ഞാൻ ഉറങ്ങാതിരിപ്പാൻ എന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അശുദ്ധമായ സ്വപ്നങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും രാപ്പകൽ നിന്റെ ന്യായ പ്രമാണങ്ങളെ ഓർത്ത് ധ്യാനിപ്പാനും
നിന്റെ തിരുവിഷ്ടം പൂർണ്ണമാക്കുവാനും എനിക്ക് കൃപ നൽകണമേ. അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും ക്രിയകളിൽ നിന്ന് എന്നെ രക്ഷിച്ച് സാത്താന്റെ അടിമയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ പകലിന്റെയും പ്രകാശത്തിന്റെയും പുത്രനാക്കി തീർക്കണമേ. എന്നേക്കും നിന്നെ സ്തുതിച്ച് മഹത്വീകരിപ്പാൻ എന്നെ അധികമായി ശുദ്ധീകരിക്കണമേ. നിന്റെ കരുണയുടെ വാതിൽക്കൽ ഞാൻ മുട്ടുന്നു. മഹത്വമുള്ള പ്രകാശത്തിൽ വസിക്കുന്നവനും ആയിരമായിരങ്ങളും പതിനായിരങ്ങളുമായ മാലാഖമാർക്കും തന്നെ ദർശിപ്പാൻ കഴിയാത്ത വണ്ണമുള്ള തേജസ്സോടുകൂടിയവനുമായ കർത്താവേ, എന്റെ അപേക്ഷയ്ക്ക് നിന്റെ വാതിൽ തുറന്നു തരയണമേ. നിന്റെ മഹത്വ സന്നിധിയിൽ എന്റെ അപേക്ഷ കൈക്കൊള്ളണമേ. ദരിദ്രന്മാരെ ഐശ്വര്യവാന്മാരാക്കുന്ന അനുഗ്രഹങ്ങളുടെയും കരുണകളുടെയും സമുദ്രമായ കർത്താവേ, നിന്റെ കരുണ എനിക്ക് ധാരാളമായി തരണമേ. എന്റെ അന്ധതയെ നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ. കർത്താവും ദൈവവുമായ മിശിഹായുടെ വ്യാപാരത്തിന്റെ വിസ്മയകരമായ അറിവിൽ ആനന്ദിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ ഓഹരി എനിക്ക് തരയണമേ. നല്ലവനും അനുഗ്രഹിക്കുന്നവനും സകലവും പൂർത്തീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമായ പിതാവായ ദൈവമേ, നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും ഇടവിടാതെ സ്തുതി കരേറ്റുവാൻ എന്നെ യോഗ്യനാക്കണമേ. ഓശോ വബുകുൽ സുബ്ഹാൻ ആമീൻ. നിന്റെ ഇഷ്ടത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു. ഒരാമേൻ പറയുമോ? സോവർണിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരമാധികാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.